ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഏറ്റവും അധികം ഉയർന്നിരുന്നൊരു ചോദ്യം കോൺഗ്രസിലെ എ ഗ്രൂപ്പ് ഇനി ആര് നയിക്കും? കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഉമ്മൻചാണ്ടിയായിരുന്നു കോൺഗ്രസിലെ എ ഗ്രൂപ്പിനെ ചോദ്യം ചെയ്യപ്പെടാതെ നയിച്ചുകൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മനായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്നിടത്തു നിന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായത്. ഇതിനെതിരെയുള്ള അതൃപ്തി ശക്തമായിരുന്നു കോൺഗ്രസിൽ. പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ വരെ കോൺഗ്രസിൽ പ്രതിഷേധമുയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എ ഗ്രൂപ്പ് പ്രതിനിധിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തത് ഷാഫി പറമ്പിൽ ഏകപക്ഷീയമായിട്ടാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അടുത്തിടെ ചാണ്ടി ഉമ്മൻ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. കോൺഗ്രസിൽ എ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പില്ലെന്നും താൻ രാഹുൽ ഗാന്ധി ഗ്രൂപ്പിലാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 45 വർഷമായി കേരളത്തിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന എ വിഭാഗം അവസാനിച്ചതെന്ന സന്ദേശമാണോ ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? അഥവാ ഗ്രൂപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ തലപ്പത്ത് രാഹുൽ മാങ്കൂട്ടമാവുമായിരുന്നു. തനിക്ക് കേരളത്തിൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ താല്പര്യമില്ല എന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുമ്പോൾ കേരളത്തിൽ പഴയ എ വിഭാഗം അണികളൊക്കെ ഇനി VD സതീശൻ ഗ്രൂപ്പിൽ ചേരേണ്ട അവസ്ഥയിലേക്ക് വരികയാണോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതലകളിൽ തന്നെ ഒഴിവാക്കിയ സംഭവത്തിൽ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിരുന്നു. എല്ലാവരെയും തുല്യമായി കരുതുന്ന നേതാക്കൾ വരണം, എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടയാൾ തന്നെ വരണമെന്ന് പറയുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്കൊഴിച്ച് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നുവെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുമാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണമെന്ന നിലപാടിലേക്ക് എത്തിയതെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു.